എന്താണ് പ്രമേഹമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുമ്പോഴാണ് ഒരാൾക്ക് പ്രമേഹം ബാധിച്ചതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് ശരീരം കൺവേർട്ട് ചെയ്യുന്നു. ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് പഞ്ചസാരയാണ്. ഈ കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മുടെ അതായത് ശരീര കോശങ്ങൾ വർക്ക് ചെയ്യാൻ സഹായമാവുന്ന കാര്യം. ഈ കാർബോഹൈഡ്രേറ്റ് ശരീരത്തിലേക്ക് അബ്സോർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടൊപ്പം തന്നെ ഇൻസുലിൻ ഉണ്ടാവണം. പലപ്പോഴും പാൻക്രിയാസിന്റെ പ്രവർത്തനം തകരാറിലാവുക കുറയോ ചെയ്യുമ്പോഴാണ് ഇൻസുലിൻ പ്രവർത്തനം ഇല്ലാതായി അങ്ങനെ ഡയബറ്റിസ് അവസ്ഥയിലേക്ക് മാറുന്നത്. കൃത്യമായി പ്രോപ്പറായിട്ട് ഇൻസുലിൻ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത അവസ്ഥയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരകോശങ്ങളിലേക്ക് സ്വീകരിക്കപ്പെടാതെ രക്തത്തിൽ തന്നെ കെട്ടിക്കിടക്കും. ഇങ്ങനെയുള്ള അവസ്ഥയാണ് ഡയബറ്റിക് ആയിട്ട് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കും. ഈ ഒരു അവസ്ഥ വരുന്ന സമയത്ത് നമ്മുടെ ശരീരകോശങ്ങൾ പലപ്പോഴും ഡയബറ്റിക് ഉണ്ടാകുന്ന ഒരാൾക്ക് നിരവധി അനുബന്ധ പ്രശ്നങ്ങൾ അതോട് അനുബന്ധിച്ച് വരാറുണ്ട്. ക്ഷീണം, തളർച്ച, കൈകാൽ കഴപ്പ്, മരവിപ്പ്, അതോടൊപ്പം തന്നെ അമിതമായ ദാഹം, അമിതമായ വിശപ്പ്, കൂടുതൽ വിയർക്കുക, അതുപോലെ ലൈംഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഡയബറ്റിക്കിന്റെ അനുബന്ധ ബുദ്ധിമുട്ടുകളായിട്ട് വരുന്നത്. ഇത് നമ്മൾ പരിഹരിക്കാനായിട്ട് പലപ്പോഴും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഇൻസുലിന് പകരമായിട്ടുള്ള ഗുളികകളോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ തന്നെയോ പലപ്പോഴും പുറത്തുനിന്ന് എടുക്കാനോ ഒക്കെ പറയാറുണ്ട്. നമ്മുടെ ശരീരത്തിലെ പാൻക്രിയാസ് വഴി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ അല്ലാതെ ആർട്ടിഫിഷ്യലായി കൊടുക്കുന്ന ഏത് സാധനം ഉപയോഗിക്കുമ്പോഴും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുക മാത്രമേ ചെയ്യൂ. അനുബന്ധമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവിടെ തന്നെ നിലനിൽക്കും. ഇതാണ് പലപ്പോഴും പലർക്കും പ്രമേഹം കുറഞ്ഞു നിന്നാൽ തന്നെ ക്ഷീണവും തളർച്ച പോലുള്ള കാര്യങ്ങൾ ഉള്ളതായിട്ട് കണ്ടുവരും. ഇതിനെ കൃത്യമായി മനസ്സിലാക്കിയാൽ ഈ ഒരു ബുദ്ധിമുട്ടിനെ വളരെ ഫലപ്രദമായിട്ട് തന്നെ നമുക്ക് മറികടക്കാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ ഏത് സമയം കണക്ട് ചെയ്യാവുന്നതാണ്. തീർച്ചയായും വളരെ കൃത്യമായ രീതിയിൽ ഏതൊരാളെയും ഗൈഡ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണം.